ഗുരുധർമ്മ പ്രചരണ സഭയുടെ ജയന്തി ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ UAE-യിലെത്തിയത്. നമസ്കാരം. അവർ TV 24/7 ഇന്ന് നമ്മുടെ ശിവഗിരിയിൽ നിന്ന് സ്വാമി എത്തിയിട്ടുണ്ട്. സ്വാമിയുടെ കൂടെയാണ് നമ്മളുള്ളത്. സ്വാമി നമസ്കാരം. നമസ്കാരം. സ്വാമി ഇപ്പോൾ UAE-യിൽ വന്നത് ഗുരുദേവ ധർമ്മസഭയുടെ ഓണം ആഘോഷിക്കുന്ന അതിൻ്റെ ഗസ്റ്റായിട്ടാണ്. അതെ. ഈ ഗുരുദേവൻ്റെ ആശയങ്ങളോട് അങ്ങ് എന്ന് മുതലാണ് ആകൃഷ്ടനായത്? ഞാൻ വളരെ ചെറുപ്പം മുതലേ ഇതിൽ ആകൃഷ്ടനാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഗുരുദേവ ഭക്തന്മാരായിരുന്നു. അപ്പോൾ ഗുരുദേവൻ രചിച്ച ദൈവദശകവും ഗുരുദേവനെക്കുറിച്ച് രചിച്ച നാരായണമൂർത്തിയൊക്കെ കേട്ടും അത് ആര് രചിച്ചതാണെന്നോ എന്താണ് അതിൻ്റെ ആശയമെന്നോ അറിയാതെ കാണാതെ പഠിച്ച് ദിവസവും പ്രാർത്ഥനയ്ക്ക് ചൊല്ലിയാണ് വളർന്നു വരുന്നത്. കുട്ടിക്കാലം അങ്ങനെയാണ്. അത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഗുരുദേവ കൃതികൾ ഗുരുദേവൻ രചിച്ചതാണ് ദൈവദശകം എന്നുള്ള വിവരം അറിയുന്നത്. ഗുരുദേവൻ്റെ ഷഷ്ഠബ്ദപൂർത്തിയോടനുബന്ധമായി മഹാകവി കുമാരനാശാൻ രചിച്ചതാണ് ഗുരുസ്തവം എന്ന നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി എന്ന് തുടങ്ങുന്ന കൃതിയെന്നൊക്കെ അറിയുന്നു. അപ്പോൾ അങ്ങനെ തുടക്കത്തിലേ ഉണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലിങ്ങനെ മാസത്തിലൊരിക്കൽ ഭാഗവത പാരായണമൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗണപതി ഹോമം നടത്തുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിനാണ് അവിടെ വന്നിട്ട് ഗണപതി ഹോമം നടത്താനായിട്ട് വന്ന് എന്നെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. പൊതുവേ ചെറുപ്പം മുതലേ പൂജാമുറിയിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഞാനാണ് ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ അവിടെ പുഷ്പമൊക്കെ പറിച്ചു വെക്കും, വെള്ളം കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നു. പിന്നെ അമ്മ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിൽ വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രധാനുഷ്ഠാനങ്ങൾ വന്നാൽ അമ്മയോടൊപ്പം ഞാനും എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചെറുപ്പം മുതലേ ഇതിലൊരു ആഭിമുഖ്യമുണ്ട്. അങ്ങനെ വന്നിട്ട് ഗുരുദേവ സന്ദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്നെ ചെറുപ്പത്തിൽ ആകർഷിച്ചിട്ടുള്ളത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളതും, രണ്ടാമത്തെ സന്ദേശം മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നീ രണ്ട് സന്ദേശങ്ങളാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ശിവഗിരിയിൽ വന്നതിന് ശേഷമാണ് ഗുരുദേവ കൃതികളുടെ മാഹാത്മ്യവും ഗുരുവിൻ്റെ ബഹുമുഖങ്ങളായ വ്യക്തിപ്രഭാവങ്ങളെക്കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ലഭിക്കുന്നത്. 1987 ഞാൻ ശിവഗിരിയിൽ ആദ്യമായിട്ട് വരുന്നതല്ല, ശിവഗിരിയിൽ പഠിക്കാനായിട്ട് ബ്രഹ്മവിദ്യാലയത്തിൽ ചേരുന്നത്. ശരി. 1924 ഗുരുദേവൻ്റെ സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടത്തുകയും അതിൻ്റെ അവസാന ഘട്ടത്തിൽ എല്ലാവരുടെയും വിവിധ മതപണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് ഗുരുദേവൻ്റെ ഒരു കൺക്ലൂഡിങ് സ്പീച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാ മതങ്ങളും മനുഷ്യരുടെ നന്മയാണ് ലാക്കാക്കുന്നത്, ജീവൻ്റെ ഊർധ്വഗതിയാണ് ലക്ഷ്യീകരിക്കുന്നത്. അതുകൊണ്ട് മതവിശ്വാസികൾ പരസ്പരം കലഹിച്ചിട്ട് ആവശ്യമില്ല. എല്ലാ മതങ്ങളും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി എല്ലാവരും പഠിക്കണമെന്നും അങ്ങനെ പഠിച്ചു കിട്ടുന്ന അറിവിനെ പരസ്പരം വിനിമയം ചെയ്യുകയും പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യണമെന്ന് ഗുരുദേവൻ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനുതകുന്ന തരത്തിലുള്ളൊരു മതമഹാപാഠശാല ശിവഗിരിയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതായും അതിനുവേണ്ടി 1924 തന്നെ 5 ലക്ഷം രൂപ വകകൊള്ളിക്കുന്നതായിട്ടും ഗുരുദേവൻ പ്രഖ്യാപിച്ചു. അതിൻ്റെ പ്രയോഗവത്കരണത്തിന് വേണ്ടി ഗുരു ശിവഗിരിയിൽ മതമഹാപാഠശാലയ്ക്ക് ശിലാസ്ഥാപനം നടത്തി. പക്ഷേ പല കാരണങ്ങളാൽ അതിങ്ങനെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും വിദ്യാലയം ആരംഭിക്കുന്നതും നീണ്ടുപോയി. 1970 ബ്രഹ്മവിദ്യാലയം എന്ന പേരിൽ ഇതിന് തുടക്കം കുറിക്കുകയും അവിടെ ഭഗവത്ഗീതയും ഉപനിഷത്തും ബ്രഹ്മസൂത്രവും തർക്കവും സംസ്കൃത വ്യാകരണവും ഒക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുറാനും വിശുദ്ധ ബൈബിളും കൂടി ഞങ്ങളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, ശിവഗിരിയിലെ പ്രാർത്ഥനാ മന്ദിരത്തിൽ വൈകിട്ട് നിത്യവും ബൈബിളും ഖുറാനും ബ്രഹ്മചാരിമാർ പാരായണവും നടത്തുന്നുണ്ട്. അതിൽ നിന്ന് തുടരുന്നുണ്ട്. ഒരുപക്ഷെ ഭാരതത്തിലും മറ്റൊരാശ്രമത്തിലും ഇതര മതഗ്രന്ഥങ്ങൾ ഇങ്ങനെ പാരായണം നടത്തുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഗുരുവിൻ്റെ മതസൗഹാർദ്ദ വീക്ഷണം വളരെ വിശാലമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലാണ് ഗുരു മതം ഏതായാലും മനുഷ്യന് നന്നായാൽ മതിയെന്ന് സന്ദേശം ലോകത്തിന് സംഭാവന ചെയ്യുന്നത്. അത് മതത്തിനല്ല പ്രാധാന്യം, മനുഷ്യരുടെ നന്നാകലിനാണ്. മനുഷ്യൻ കെട്ടുപോയാൽ അതുകൊണ്ട് മതത്തിനോ മറ്റുള്ളവർക്കോ യാതൊരു ഉപയോഗവും ഇല്ല എന്ന് പറഞ്ഞൊരു സന്ദർഭം കൂടിയുണ്ട്. അപ്പം അങ്ങനെ മതസൗഹാർദ്ദത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു വീക്ഷണമാണ് ഗുരുവിന് ഇക്കാര്യത്തിലുണ്ടായിരുന്നത്.
അതുകൊണ്ടാണ് ആലുവയിൽ സർവ്വമത സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രവേശന കവാടത്തിലൊരു സന്ദേശം എഴുതി വെപ്പിച്ചു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശം എഴുതി വെപ്പിച്ചിരുന്നു. അത്തരത്തിൽ നടക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്മേളനമാണ് ഇത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള പ്രസിദ്ധമായ ചിക്കാഗോയിൽ അമേരിക്കയിൽ നടത്തിയ സമ്മേളനം, അത് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400ാമത് വാർഷികത്തോടനുബന്ധിച്ച് അമേരിക്കൻ ഗവൺമെൻറ് സംഘടിപ്പിച്ചതാണ്. അതിന് ലക്ഷ്യം ഇതായിരുന്നില്ല. അതാണ് ലോകത്തിലെ ആദ്യത്തെ സർവ്വമത സമ്മേളനമായി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നത്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇങ്ങനെ മതസൗഹാർദ്ദത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നടത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്മേളനവും, അതല്ല ഇനി രണ്ടാമത്തെ സമ്മേളനം എന്നുള്ള നിലയിലാണ് വരുന്നതെങ്കിൽ ഏഷ്യയിൽ ആദ്യമായി നടത്തിയ സമ്മേളനവും ഒക്കെ ഗുരുദേവൻ നടത്തിയ സർവ്വമത സമ്മേളനമാണ്. അപ്പോൾ ഗുരുവിൻ്റെ മതസൗഹാർദ്ദ സന്ദേശം ഇന്ന് ആഗോളതലത്തിൽ തന്നെ ഏറെ പ്രസക്തമാണ്. തീർച്ചയായിട്ടും. ഒരുപക്ഷെ ലോകത്തിലെ മുഴുവൻ യുദ്ധങ്ങളെയും മറ്റുമൊക്കെ വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ അനാഥരായി തീർന്നിട്ടുള്ളതും വളരെയധികം ആളുകൾക്ക് അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ളതും എല്ലാം മതത്തിൻ്റെ പേരിലുള്ള കലഹങ്ങൾ കൊണ്ടാണ്. അതായത് ലോകമഹായുദ്ധങ്ങളിൽ മരണപ്പെട്ടവരെക്കാൾ കൂടുതൽ ആളുകൾ മതത്തിൻ്റെ പേരിലുള്ള കലഹം കൊണ്ട് നശിച്ചു പോയിട്ടുണ്ട്. അവിടെയെല്ലാം മനുഷ്യൻ്റെ വിലപ്പെട്ട ജീവനാണ് ഇതിന് മറുപടി പറയേണ്ടി വരും. അത് ഒഴിവാകേണ്ട അനിവാര്യത കണ്ടുകൊണ്ടാണ് ഗുരുദേവൻ പലമതസാരവും ഏകമെന്ന് പാരാത് ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതമർന്നിടേണം എന്ന് ആത്മോപദേശത്തിൻ്റെ 43ാമത്തെ പദ്യത്തിൽ രചിക്കുകയും അതിനെ തുടർന്ന് 47 വരെയുള്ള പദ്യങ്ങളിലായി മതകലഹങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നും അത് പരിഹരിക്കാനുള്ള മാർഗം എന്താണെന്നും ഗുരു അവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മതസൗഹാർദ്ദം എല്ലായിടത്തും നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ലോകത്തിൻ്റെ ഏത് രാജ്യമായാലും അത് ഏറെ കാലിക പ്രസക്തമായ ഒരു കാര്യമാണ്. അതുമാത്രവുമല്ല, ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിലൂടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന സന്ദേശത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ഈ കാലഘട്ടത്തിൻ്റെ ഒരു, അതായത് ശാന്തിക്കും സമാധാനത്തിനുമൊക്കെ ഗുരുദേവൻ്റെ ആശയങ്ങൾ ഒരുപാട് മുന്നോട്ട് വെക്കുന്നില്ലേ? ഗുരുധർമ്മ പ്രചരണ സഭയുടെ ജയന്തി ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ UAE എത്തിയത്. ഗുരുധർമ്മ പ്രചരണ സഭ എന്ന് പറയുന്നത് ശിവഗിരി മഠം രൂപം കൊടുത്ത ഒരു സംഘടനയാണ്. ഒരേ ഒരു സംഘടനയ്ക്ക്, അതായത് ശ്രീനാരായണ ധർമ്മ സംഘം എന്നത് ഇപ്പോൾ ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് എന്ന പേരിലുള്ള പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അതിൽ മെമ്പേഴ്സായിട്ട് വരുന്നത് സന്യാസിമാർ മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ വ്യവസ്ഥകൾ അങ്ങനെയാണ്. അപ്പോൾ ലൗകികരായ ഗുരുദേവ ഭക്തന്മാർക്ക് ഗുരുദേവ സന്ദേശങ്ങൾ പഠിക്കുന്നതിനും ഗുരുദേവ ദർശനം പ്രായോഗികമാക്കുന്നതിനുമൊക്കെ പ്രേരണ നൽകിക്കൊണ്ട് അത് ശാസ്ത്രീയമായ രീതിയിൽ, അതായത് ഗുരുദേവ കൃതികളുടെയും ഗുരുവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങളുടെയും ഗുരുവിൻ്റെ പലപ്പോഴായിട്ടുള്ള സംഭാഷണങ്ങളുടെയും വെളിച്ചത്തിൽ അവർക്ക് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് മാതൃക കാണിച്ചു കൊടുക്കുക, അതിന് ഗൈഡൻസ് അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകുക എന്നുള്ളതാണ് ഗുരുധർമ്മ പ്രചരണ സഭയുടെ ലക്ഷ്യം. ഗുരുദേവൻ തന്നെ ആശ്രമം എന്നൊരു കൃതി രചിച്ചിട്ടുണ്ട്. ആ ആശ്രമം എന്ന കൃതിയിൽ ദേശങ്ങൾ തോറും സഭകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയും ഒക്കെ സ്ഥാപിക്കാനായിട്ട് ഗുരുദേവൻ പറയുന്നുണ്ട്. ദേശങ്ങൾ തോറും എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും എന്നുള്ളിടത്ത്, മനുഷ്യരാശി ഉള്ളിടത്തെല്ലാം തന്നെ. അങ്ങനെ ശിവഗിരി മഠം തന്നെ രൂപം കൊടുത്ത സംഘടനയാണ് ഗുരുധർമ്മ പ്രചരണ സഭ. അതിൻ്റെ ചുരുക്കപ്പേര് GDPS എന്നാണ്. അത് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ബദലോ അല്ല. ഗുരുദേവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുന്നതിനുള്ള അവസരം ഒരുക്കുക, അത് മാത്രമേ ഉള്ളൂ. ഗുരുധർമ്മ പ്രചരണ സഭ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് എതിരോ അല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളാരും ആഗ്രഹിക്കുന്നുമില്ല. ഗുരുദേവ ധർമ്മം, ശ്രീനാരായണ ധർമ്മം പഠിക്കുക, പഠിപ്പിക്കുക, അത് ജീവിതത്തിൽ അനുഷ്ഠിച്ച് ജീവിത വിജയം നേടുക, ഇത് മാത്രമേ അതിന് ലക്ഷ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ തുടങ്ങിയ സംഘടനയാണ്. അതിൻ്റെ പ്രസിഡൻറ്റ് ശ്രീനാരായണ ധർമ്മ സംഘം പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറി ശ്രീനാരായണ ധർമ്മ സംഘം ജനറൽ സെക്രട്ടറിയും പിന്നെ അതിലെ സെക്രട്ടറി ആയിട്ട് വരുന്ന ആളും ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിലെ അംഗവും ഒക്കെ ആയിരിക്കും. അത് സന്യാസിമാർ തന്നെ രൂപം കൊടുത്ത് പോരുന്ന ഒരു ആധ്യാത്മിക സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ UAE ഘടകത്തിൻ്റെ ജയന്തി ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഗുരുദേവൻ അനുകമ്പാദശകം എന്നൊരു കൃതി രചിച്ചിട്ടുണ്ട്.
ആ കൃതി തുടങ്ങുന്നത് തന്നെ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിന്ന് തിരുമൈ വിട്ട് അകലാതെ ചിന്തയും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു കുഞ്ഞെറുമ്പിന് പോലും മനസാ വാച കർമ്മണ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ദോഷവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഇതിൽ തുടങ്ങി തുടർന്ന് വരുന്ന ഭാഗത്ത് ഈ അനുകമ്പാമൂർത്തികളെ കുറിച്ച് വരുമ്പോൾ ഭാരതത്തിലെ ഋഷീശ്വരന്മാരെ മാത്രമല്ല മഹാപ്രവാചകനായ മുഹമ്മദ് നബിയെയും യേശുക്രിസ്തുവിനെയും ഒക്കെ വാഴ്ത്തിപ്പാടുന്നു. യേശുക്രിസ്തുവിനെ വാഴ്ത്തിപ്പാടിയിരിക്കുന്നത് പരമേശ്വരൻ്റെ പവിത്രപുത്രനോ എന്നാണ്. അതുപോലെ മഹാപ്രവാചകനായ മുഹമ്മദ് നബിയെ കരുണാവാൻ നബി മുത്തുരത്നമോ എന്നും അതിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് വാഴ്ത്തിപ്പാടുന്നു. അപ്പോൾ എല്ലാ മതാചാര്യന്മാരെയും ഒരേ ഭക്തിയോടും ആദരവോടും കൂടി കാണുന്നൊരു സമീപനമാണ് ഗുരു നമുക്ക് കാട്ടി തന്നിട്ടുള്ളത്. അപ്പം ഏതായാലും സ്വാമിജി വളരെ നന്ദി. കാരണം ഇത്രയും സമയം അവർ TV 24/7 ചെലവഴിച്ചതിൽ. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.